സോ അന്നത്തെ കാലത്ത് ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നോർമലി വലിയൊരു കുടുംബമാകുമ്പം തികയത്തില്ല പൈസ. ഓക്കെ, ഞങ്ങൾക്കൊരു ഗ്രോസറി ചെറിയ കടയുണ്ടാക്കി അതിനകത്ത് ഉഴുന്ന്, പയറ്, പരിപ്പ് ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിലൊരു കടയുണ്ടാക്കി. ഓക്കെ, അമ്മയോട് ഞാൻ പറയും നമുക്കിടാം. ആ ബിസിനസ് മൈൻഡ് എപ്പം 5 വയസ്സേ ഉള്ളൂ എനിക്കന്ന്. 5 ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇട്ടു. വെല്ലിച്ചൻ അമ്മയുടെ ഫാദർ കുറച്ച് പൈസ തന്നു, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ കട അവിടെ ഇട്ടു. അപ്പോൾ പലതരത്തിൽ വരുമാനമായി. ഫാദർ ഇങ്ങനെ ഇത് കപ്പയൊക്കെ നടും, പള്ളിയിലത്തെ കപ്പയാറിൻ്റെ പണിയിൽ നിന്ന് ഇച്ചിരി പൈസ കിട്ടും, ഗ്രോസറിയിൽ നിന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു സ്ഥാപനം തുടങ്ങുമ്പം 100 ദിറംസ് ഇട്ട് മുടക്കി കഴിഞ്ഞാൽ അതിൽ അന്നത്തെ ഫാമിലികൾ എന്ത് ചോദിച്ചാൽ ഈ വീണ്ടും തിരിച്ച് വാങ്ങണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഗ്രോസറി കടയിൽ നിന്ന് എടുക്കും. ഈ ഗ്രോസറി കടയിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ സാധനങ്ങൾ തീർന്നു വരുന്നു, പക്ഷെ തിരിച്ച് വാങ്ങാനുള്ള പൈസ ഇല്ലാതെ വരുന്നു. വീണ്ടും അത് സ്ലോ ഡൗൺ ആവും ബിസിനസ്. ഈ ഒരു പോളിസി മാറ്റണം. ഇന്നത്തെ പ്രധാന ഞങ്ങളുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഉണ്ടെങ്കിലും ഒരിക്കലും അതിൽ നിന്ന് കൂടുതൽ എടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഇടാതിരിക്കാനുള്ള ചിന്താഗതി വരരുത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പൈസ കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും ആ കടയിൽ നിന്ന് എടുക്കുമ്പോൾ പൈസ കൊടുത്തിട്ട് തന്നെ എടുക്കുക. അപ്പം ആ പൈസ അവിടെ വരും, വീണ്ടും നമുക്ക് സാധനം ഇടാം. ഇതാണ് അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു, അല്ലേ? മെമ്മറി എന്താ പറയാനുള്ളത്? എങ്ങനെയായിരുന്നു ഞങ്ങൾ ആ ചെറിയ ബിസിനസ്സിലേക്ക്? വാട്ട് യു ഫീൽ? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഗ്രോസറി ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നിൻ്റെ അഭിപ്രായം? You should keep track of your drawings from the business so that in the future it won't cause a loss from the business. So, accounts. But will you like that? വീട്ടിലൊരു ചെറിയ ഗ്രോസറി ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുവോ? No. You will not. So that is the difference between old generations and new generations. Okay? So അടുത്ത എപ്പിസോഡ് വരെ ബൈ.